വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസിനെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന പരിപാടികൾ ചിലരുടെ ഉറക്കം കെടുത്തുമെന്ന് മോദി പറഞ്ഞു. ഇന്ത്യ സഖ്യ നേതാക്കളായ പിണറായി വിജയനും ശശി തരൂരും വേദിയിലുണ്ടെന്ന് പരാമർശിച്ചായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മോദിയുടെ ഒളിയമ്പ്. പരിഭാഷകനായ പള്ളിപ്പുറം ജയകുമാറിന് തെറ്റിയപ്പോൾ സന്ദേശം എത്തേണ്ടിടത്ത് എത്തിയെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है। यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा। मैसेज चला गया जहां जा रहा था। പ്രശാന്ത്, നമസ്കാരം. പരസ്പരം രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദി കൂടിയായി മാറുകയായിരുന്നോ ഈ രാജ്യത്തിനായി തുറമുഖം സമർപ്പിക്കുന്ന വേള? മോദി ചരിത്രം പിറന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഈ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ രാഷ്ട്രീയം, കോൺഗ്രസിനും CPM-നുമെതിരായ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുക തന്നെ ചെയ്തു. അത് ഈ രണ്ട് പാർട്ടികളുടെയും അണികളും നേതൃത്വവും കേട്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. കാരണം സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നത് 3 പേർക്ക് മാത്രമാണ്. തുറമുഖ മന്ത്രിയും മുഖ്യമന്ത്രിയും സംസാരിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കേട്ടിരിക്കുക മാത്രമേ ഇവർക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. അതിൽ പ്രധാനമായും ആദ്യത്തെ വിമർശനം വന്ന വഴി ഇങ്ങനെയാണ്. അദാനി 30 വർഷമായി ഗുജറാത്തിൽ തുറമുഖം നടത്തുന്നു. ഇവിടെ അതിലും വലിയ തുറമുഖമാണ് നിർമ്മിച്ചത്. അപ്പോൾ ഗുജറാത്തിലെ ജനങ്ങൾക്ക് ഒരു പരിഭവം ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ആ രാഷ്ട്രീയ വിമർശനത്തിലേക്ക് വരികയായിരുന്നു. അതായത് ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പില്ലർ തൂണായ മുഖ്യമന്ത്രി ഇരിപ്പുണ്ട്, കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരെ പലരുടെയും ഉറക്കം കെടുത്തും ഇത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ വിഷയം ഉന്നയിച്ചത്. അതായത് അദാനി മോദി ബന്ധം എന്ന പേരിൽ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിമർശിക്കുന്ന അദാനിക്കൊപ്പം മുഖ്യമന്ത്രിയും ശശി തരൂരും ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല, അദാനി നിർമ്മിച്ച ഒരു തുറമുഖത്തിന്റെ നേട്ടം അഭിമാനമായി പറയുന്നു. അപ്പോൾ ഇത് ആർക്കുള്ള സന്ദേശമാണ്? പലരുടെ ഉറക്കം കെടുത്തും. ഈ പരിഭാഷകൻ ആ സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലാകാതെ തെറ്റിയെങ്കിലും പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ഇവർക്കുള്ളതല്ല, എത്തേണ്ടവർക്ക് എത്തും. അതായത് ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്കുള്ളതല്ല. അദ്ദേഹം ഉദ്ദേശിച്ച ഈ രാഷ്ട്രീയ വിമർശനം രാഹുൽ ഗാന്ധിക്കുള്ളതാണ്. ആ സന്ദേശം അവിടെ എത്തേണ്ടടുത്ത് എത്തും എന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇവിടെ വിഴിഞ്ഞത്തെ വേദിയിൽ, അതും അദാനിയുടെ പേരിൽ തന്നെ എപ്പോഴും വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി, അത് ശശി തരൂരും പിണറായി വിജയനും ഇരിക്കുന്ന വേദിയിൽ ഇരുവരെയും വിഷയമാക്കി തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.